നിങ്ങൾ ചോദിക്ക്, ഞങ്ങൾക്ക് അവസരം തരാൻ നിങ്ങൾ ചോദിക്ക്. നിങ്ങൾ സ്വതന്ത്രമായി നിങ്ങളുടെ മാനേജ്മെന്റുകളെ ഭയപ്പെടാതെ. ഇപ്പൊ നിങ്ങളുടെ ഓരോരുത്തരുടെയും മാനേജ്മെന്റിനെ നല്ല താല്പര്യം ഉണ്ടാവുമല്ലോ. ഒരുപക്ഷെ ആ താല്പര്യങ്ങൾ പലതും സംഘപരിവാറിന് വിധേയപ്പെടുന്ന താല്പര്യമാണ്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ സംഘപരിവാരം ആദ്യം കീഴ്പ്പെടുത്തിയ മേഖല ഞാൻ വിശ്വസിക്കുന്നത് കേരളത്തിലെ മാധ്യമ മേഖലയാണ്. ഇരിക്കാൻ പറയുമ്പോൾ എഴയുന്ന ശീലം കേരളത്തിലെ പല മാധ്യമ മുതലാളിമാരും ഇപ്പോൾ സ്വീകരിച്ചു പോയി. എന്ത് ചെയ്യാം, കേരളമാണെന്നും കേരളത്തിന്റെ പാരമ്പര്യം അതല്ലെന്നും കേരളത്തിലെ മാധ്യമ മുതലാളിമാർ ദയവ് ചെയ്ത് മനസ്സിലാക്കണം. എഡിറ്റർമാരുടെ സ്ഥാനത്ത് നിന്ന് മാനേജിംഗ് ഡയറക്ടർമാർ ഓരോ ചാനലുകളുടെയും നയം തീരുമാനിക്കുകയാണ്. എഡിറ്റർമാർക്ക് എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് എഡിറ്റർമാർക്ക് പോലും അറിയാത്ത കാലഘട്ടമാണ്. നിങ്ങളുടെ ഒരു പരിമിതി നമുക്ക് മനസ്സിലാവും. നിങ്ങൾ നിങ്ങളുടെ മാനേജ്മെന്റിനോട് പറയുക, ഇങ്ങനെ SFIക്കാർ പറയുന്നു, വൈസ് ചാൻസലറോടും RS-കാരോടും ഇങ്ങനെ ചില ചോദ്യം ചോദിക്കണം, ചോദിച്ചോട്ടെ എന്ന് നിങ്ങളുടെ മാനേജ്മെന്റിനോട് ഒന്ന് അനുമതി വാങ്ങിക്കുക. അങ്ങനെ അനുമതി വാങ്ങിച്ചിട്ടെങ്കിലും നിങ്ങൾ അവരെ അലോസരപ്പെടുന്ന ചില ചോദ്യങ്ങൾ ചോദിക്കണമെന്ന് നിങ്ങളോട് വിനീതമായി കേരളത്തിലെ സർവകലാശാലയിൽ പഠിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും വേണ്ടി നിങ്ങൾ മാധ്യമങ്ങളോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ താറുമാറാക്കുന്ന നടപടി സ്വീകരിക്കുന്ന വൈസ് ചാൻസലറോട്, വൈസ് ചാൻസലർമാരോട്, ഗവർണറോട് ദയവ് ചെയ്ത് നിങ്ങൾ മാധ്യമങ്ങൾ കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ചോദിക്കണം. എന്തിനാണ് ഈ കൊടുംപാതകം കേരളത്തിലെ പാവപ്പെട്ട സാധാരണക്കാരുടെ മക്കൾ പഠിക്കുന്ന സ്ഥാപനങ്ങളോട് ചെയ്യുന്നത് എന്ന് നിങ്ങളാണ് ചോദിക്കേണ്ടത്. ആ ചോദ്യം നിങ്ങൾ ചോദിക്കണം. അത് ചോദിക്കാൻ നിങ്ങൾ ധൈര്യം കാണിക്കണം. നിങ്ങൾ ഈ കേരളത്തിൽ ജനിച്ചു വളർന്നവരാണെങ്കിൽ, നിങ്ങൾക്ക് ഈ കേരളത്തോട് പ്രതിബദ്ധതയുണ്ടെങ്കിൽ, ഈ കേരളത്തെ മനുഷ്യരോട് പ്രതിബദ്ധതയുണ്ടെങ്കിൽ, കേരളം ഇത്രയും നാൾ ഉയർത്തിപ്പിടിച്ച മതനിരപേക്ഷ രാഷ്ട്രീയത്തോട് നിങ്ങൾക്ക് പ്രതിബദ്ധതയുണ്ടെങ്കിൽ ദയവ് ചെയ്ത് പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ, നിങ്ങൾ ഈ കേരളത്തിലെ മതനിരപേക്ഷ വിദ്യാഭ്യാസത്തിനു വേണ്ടി